ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറ് കൊണ്ടുള്ള ഒരു അടിപൊളി പക്കോടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. നല്ല ഈസി ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട്, അതുപോലെ തന്നെ ചൂട് ചായക്കൊപ്പൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഈ പക്കോട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 250 ml കപ്പിലാണ് ഞാൻ 1.5 കപ്പ് ചോറ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മട്ടരിയുടെ ചോറാണ് എടുക്കുന്നത്. നമ്മൾ വെക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരിയുടെ ഏത് വെളുത്തരി അങ്ങനെയൊന്നുമില്ല, ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പക്കോടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ചോറിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകണ്ട കേട്ടോ. ഒരുപാട് മാവ് പരുവത്തിൽ ആകരുത്. അല്ലാതെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നല്ല വെന്ത ചോറൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് ഒരു മടിയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നോക്കാം, ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി ഇതിൽ ചോറ് വറ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ കറിവേപ്പിലയുടെ ഒപ്പം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 4 തണ്ട് കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 മീഡിയം സൈസ് സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണും പിന്നെ ഒരു 2 പിഞ്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചോറ് ഉപ്പിട്ടൊക്കെയാണ് വേവിച്ച് എടുത്തിട്ടുള്ളതെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചോറിൽ ഉപ്പിടാതെയാണ് വേവിച്ചെടുക്കൽ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ബൈൻഡിങ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. ഇതിന് പകരം മൈദ കഴിക്കാത്തവർക്ക് ഇതിന് പകരം കടലമാവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടലമാവ് കൊണ്ടും അതുപോലെ തന്നെ മൈദ കൊണ്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് മൈദ കൊണ്ട് ഉണ്ടാക്കിയപ്പോഴാണ്, മൈദ കൂടി ചേർത്ത് ഉണ്ടാക്കിയപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ മൈദ കൂടി ചേർത്തിട്ടുള്ള ആ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മൈദ കഴിക്കാത്തവർക്ക് കടലമാവ് യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഈ ചോറിൻ്റെ നനവിൽ തന്നെ നമുക്കിതെല്ലാം കൂടി നനച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചത് കുഴച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കായത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ ഇതിൻ്റെ പൊടികളൊപ്പം ചേർക്കാൻ മറന്നു പോയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഗോതമ്പ് പൊടിയൊന്നും ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മൈദ അല്ലെങ്കിൽ കടലമാവ്. ഇപ്പോൾ ചോറ് കൊണ്ടും തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് മൈദ അല്ലെങ്കിൽ കടലമാവാണ് നന്നാവുക കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം നേരത്തെ പറഞ്ഞ പോലെ മൈദ കൊണ്ട് ചെയ്തപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായത്.
അപ്പോൾ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിലൊരു നനവ് ഒരല്പം കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളം വരരുത്, 1 സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂണോളം വരുന്ന ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതെ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിക്കോളുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒരു ചീനച്ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് വേണമെങ്കിലും നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറുണ്ടെങ്കിൽ കളയൊന്നും വേണ്ട കേട്ടോ. ബാക്കി വരുന്ന ചോറ് നമ്മളെ വീട്ടിൽ നമുക്കത് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ചായക്കൊരു സ്നാക്കായിട്ട് കഴിക്കാനും പറ്റും. ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ ഇട്ട് കൊടുക്കണ്ട. കുറച്ച് കനം കുറച്ചിട്ട് ഒരു സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഹൈ ഫ്ലെയിമിൽ നിന്നൊരു അല്പം താത്തി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, ആദ്യം ഇട്ടതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ കുറച്ച് ചോറ് ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടോ, പുറം നല്ല ക്രിസ്പിയും ഉള്ള അത്യാവശ്യം നല്ല സോഫ്റ്റും ആയിരിക്കും. ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചോറൊക്കെ നമ്മുടെ വീട്ടിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ 1-2 കപ്പൊക്കെ എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.